അർബൻ ലെജൻഡിനെ കുറിച്ചുള്ള ഈ വീഡിയോയിൽ നിങ്ങൾ ദ റൂംമേറ്റ് എന്ന വളരെ ഫേമസ് ആയ അർബൻ ലെജൻഡ് സ്റ്റോറിയാണ് കേൾക്കാൻ പോകുന്നത്. സത്യത്തിൽ ഈ ഒരു കഥ വെറുമൊരു അർബൻ ലെജൻഡ് മാത്രമല്ല, ഇത് ഇതുവരെയും ചുരുളഴിക്കാൻ കഴിയാത്ത രഹസ്യങ്ങളുള്ള ഒരു കേസാണ്. ഈ ഒരു കഥയിൽ വളരെ ത്രില്ലിംഗ് ആയ ഒരു കാര്യം കാണാൻ പോകുന്നു. കൂടാതെ ആ റൂമിനുള്ളിൽ വളരെ അമാനുഷികമായ പല സംഭവങ്ങൾ നടന്നു. ആ സംഭവങ്ങൾ എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്നുള്ള സയൻറ്റിഫിക്കായ എവിഡൻസ് അവിടെയുള്ള പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോടോ പോലീസിനോടോ ഇതുവരെയുമില്ല. ഇന്നുവരെയും ഇത് പരിഹരിക്കപ്പെടാത്ത ഒരു രഹസ്യമായി തന്നെയുണ്ട്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് നോർത്തേൺ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയ സിറ്റിയിൽ 2 പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്നു. അവർ ആ സ്ഥലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് വന്നവരാണ്. 2 പേരും എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ഒരേ കോളേജിൽ 2 പേരും പഠിക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം മാറി നിന്ന് താമസിക്കുന്നത് കൊണ്ടും 2 പേരും ഒറ്റയ്ക്കൊരു റൂം വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ 2 പേർക്കും പരസ്പരം അറിയില്ല. എങ്കിലും ഒരേ കോഴ്സ് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കാരണം കൊണ്ട് 2 പേരും ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ചില ദിവസത്തിൽ 2 പേരും അടുത്ത സുഹൃത്തുക്കളായി മാറി. നല്ല സുഹൃത്തുക്കളായാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും, ഒരുപാട് കഥകൾ സംസാരിക്കാൻ തുടങ്ങും. ഇവർ 2 പേരും സമയം പോകാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇവരെ 2 പേരെ കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ പ്രായം മുതൽ ഇവർ എങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, എങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ തരണം ചെയ്തു വന്നു എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പരസ്പരം മാറി മാറി ഷെയർ ചെയ്യും. ഒരു 6 മാസത്തിന് ശേഷം ഇവർക്കിടയിൽ പരസ്പരം ഷെയർ ചെയ്യാൻ ഒന്നും തന്നെയില്ല. 2 പേരെ കുറിച്ചുള്ള കാര്യങ്ങൾ 2 പേർക്കും വളരെ നന്നായി തന്നെ അറിയാം. അടുത്ത് എന്ത് സംസാരിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് 2 പേർക്കും ഇടയിലെ പൊതുവായ ഒരു കാര്യമാണ് പ്രേതങ്ങളെക്കുറിച്ചുള്ള കഥകൾ, അമാനുഷിക കഥകൾ. ഇതിനുശേഷം 2 പേരും തുടർന്ന് അമാനുഷികമായ കഥകൾ സംസാരിക്കാൻ തുടങ്ങി. അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ രാത്രി 12, 1 മണി, 2 മണി വരെയും അമാനുഷികമായ പ്രേത കഥകൾ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ എത്ര തന്നെ അടുത്ത സുഹൃത്തുക്കളായിരുന്നാലും ഒരുപാട് കഥകൾ പറഞ്ഞാലും 2 പേരും ഒരു മുറിയിലല്ല കിടക്കുന്നത്. 2 പേർക്കും 2 മുറികൾ ഉണ്ടാകും. 2 പേരും ഒറ്റയ്ക്കാണ് കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം അതുപോലെ തന്നെ പതിവ് പോലെ 2 പേരും ഒരു പ്രേതകഥ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്നതിൽ ഒരാൾക്ക്, നമ്മൾ എത്ര ദിവസം ഇങ്ങനെ കഥ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കും? എനിക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കുന്നു. ഇനി നമുക്ക് ഈ കഥയൊക്കെ പറയുന്നത് അവസാനിപ്പിച്ചിട്ട് പ്രേത സിനിമകൾ കണ്ടാലോ എന്ന് ചോദിച്ചു. അതിനടുത്തുണ്ടായിരുന്ന സുഹൃത്തിനും സമ്മതമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ 3 മാസത്തേക്ക് പ്രേത സിനിമകൾ മാത്രം കാണാൻ തുടങ്ങി, അതും രാത്രി സമയത്ത്. അങ്ങനെ ഒരു ദിവസം 2 പേരും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിക്ക് നല്ല വിശപ്പ് തോന്നി. എനിക്ക് നല്ല വിശപ്പുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഈ സിനിമ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യ്, ഞാനൊന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതിനടുത്തുണ്ടായിരുന്ന സുഹൃത്തും, ഇല്ല, നീ ഭക്ഷണം ഇവിടെ എടുത്തിട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അതിനവളും, ഇല്ല, ഞാൻ എൻ്റെ മുറിയിലിരുന്ന് മാത്രമേ കഴിക്കൂ, നീ ഇപ്പോൾ സിനിമ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കൂ, ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ശരി, നീ വരുന്നത് വരെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാം എന്ന് പറയുകയും അവൾ കഴിക്കാനും പോയി. അവളുടെ മുറിയിലേക്ക് കഴിക്കാൻ പോയി. അങ്ങനെ കഴിക്കാൻ പോയ സുഹൃത്ത് വരുന്നത് വരെയും ആ ഹാളിൽ ടിവിക്ക് മുൻപിൽ കാത്തിരിക്കുകയാണ്. രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ 12:15, 12:30, 1 മണിയായി. എന്നിട്ട് കൂടിയും കഴിക്കാൻ പോയ കൂട്ടുകാരി തിരികെ വന്നില്ല. ഒരുപക്ഷെ കഴിച്ചവസാനിപ്പിച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയോ എന്ന് അവൾക്കൊരു സംശയം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സിനിമ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാമെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് ആ സിനിമ കാണാൻ തുടങ്ങി. അങ്ങനെ ആ സിനിമ കണ്ട് അവസാനിപ്പിച്ചു. കൂട്ടുകാരിക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകാമെന്ന് ചിന്തിച്ചു. പക്ഷെ പ്രേത സിനിമ കണ്ടതുകൊണ്ട് മനസ്സിൽ ഒരു ചെറിയ ഭയം, ഒറ്റയ്ക്ക് ആ മുറിയിലേക്ക് നടന്നു പോകാൻ ഭയം. ശരി, ഫോൺ ചെയ്ത് പറയാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിച്ചു. പക്ഷെ ആ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതി ഈ സുഹൃത്തും അവളുടെ മുറിയിലേക്ക് ഉറങ്ങാനായി പോയി. ഏകദേശം ഒരു 2 മണിയോടുകൂടി അവൾ നല്ല ഉറക്കത്തിലായിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഹാളിൽ ആരൊരാൾ നടക്കുന്നത് പോലുള്ള ശബ്ദം കേട്ടു. ആ ശബ്ദം അവൾക്ക് കേട്ടത് ഒരു ഹൈ ഹീൽസ് ധരിച്ചിട്ട് ഒരാൾ നടന്നു പോകുമ്പോൾ എങ്ങനെയാണോ ശബ്ദം കേൾക്കുന്നത് അതുപോലെയായിരുന്നു. ഇതെന്താ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് അവൾക്ക് സംശയം തോന്നി. ഇതിന് കാരണം അവളുടെ സുഹൃത്തിന് പൊക്കം വളരെ കുറവായിരുന്നു. അവളും ഹൈ ഹീൽസ് ആയിരുന്നു ധരിക്കുന്നത്. അവൾ നടക്കുമ്പോഴും ഇതുപോലുള്ളൊരു ശബ്ദമാണ് കേൾക്കുന്നത്. അവളുടെ മനസ്സിലുള്ള സംശയം രാത്രി 2-2:30 ഈ സമയത്ത് ഇവളെന്തിനാണ് ഹൈ ഹീൽസ് ഇട്ടിട്ട്, അതും ഹാളിൽ എന്തിനാണ് നടക്കുന്നത് എന്ന സംശയം മനസ്സിലുണ്ടെങ്കിൽ കൂടിയും വളരെ ക്ഷീണമുള്ളതുകൊണ്ട് മുറി വിട്ട് പുറത്തേക്ക് പോകണ്ട, അങ്ങനെ കിടന്നുറങ്ങാം, അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതി അവൾ ഉറങ്ങാനായി വീണ്ടും കിടന്നു. പക്ഷെ അവളെ കൊണ്ട് ഉറങ്ങാൻ സാധിച്ചില്ല. ആ ശബ്ദം അവൾക്ക് വീണ്ടും വളരെ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. ഇവളെന്ന് ഇത്ര ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ നല്ല ക്ഷീണത്തിലാണ്. പെട്ടെന്ന് തന്നെ അവൾ ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിച്ചു.
പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ, വിളിക്കാൻ സാധിക്കുന്നില്ല. പുറത്തു പോയി സംസാരിക്കാമോ എന്ന് ചിന്തിക്കുന്നു. ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ആ ഹാളിൽ ആരും തന്നെയില്ല. ഇത് കണ്ട ഉടനെ അവളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ കണ്ട പ്രേത സിനിമകളെല്ലാം അവളുടെ മനസ്സിൽ വന്നു പോകാൻ തുടങ്ങി. ഇതെന്താ, പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടല്ലോ, നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കരുതെന്ന് പറഞ്ഞ് മുറിയിലേക്ക് ഓടുന്നു. അങ്ങനെ വീണ്ടും കിടന്നുറങ്ങുന്നു. ഒരു 10-15 മിനിറ്റിൽ നല്ല ഉറക്കത്തിലേക്കും പോകുന്നു. ആ 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആ ഹാളിൽ നിന്ന് മറ്റൊരു ശബ്ദം കേൾക്കുന്നു. ഇത്തവണ ആ ഹാളിൽ ആരോ നടക്കുന്നത് പോലുള്ള ശബ്ദമല്ല കേട്ടത്. പകരം ആ ഹാളിൽ ആരോ സംസാരിക്കുന്നത് പോലുള്ള ശബ്ദമാണ്. അതും വളരെ പരുപരുത്തൊരു ശബ്ദമായിരുന്നു, വളരെ ഭയാനകമായ ഒരു ശബ്ദം. അത് കേട്ട ഉടനെ അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ഒരുപക്ഷെ അതെൻ്റെ കൂട്ടുകാരിയാണോ, ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുകയാണോ എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും അവളുടെ ബെഡ്റൂമിൻ്റെ കതക് തുറന്ന് ഹാളിലേക്ക് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ ആ ഹാളിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾക്ക് മനസ്സിലായി, ഈ വീട്ടിൽ എന്തോ ഒരു അമാനുഷികത ഉണ്ട് എന്ന്. തനിക്ക് ചുറ്റും എന്തോ നടക്കുകയാണെന്ന് വ്യക്തമായി മനസ്സിലായി. പക്ഷെ എങ്കിലും മനസ്സിലുള്ള ഒരു ചിന്ത, ഇങ്ങനെയുള്ള സംഭവങ്ങൾ സത്യമാണോ? ഒരുപക്ഷെ താൻ പ്രേത സിനിമകൾ കണ്ടതുകൊണ്ട് ഒരു ഇല്യൂഷൻ ആയിരിക്കുമോ? അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്ത ഉയർന്നതെന്ന് സ്വന്തം മനസ്സിനെ സമാധാനിപ്പിച്ചിട്ട് വീണ്ടും കഥകടച്ച് കിടക്കാൻ തുടങ്ങി. എന്നാൽ അവൾ കിടന്നതിന് ശേഷവും വീണ്ടും ആ സംസാരിക്കുന്ന ശബ്ദം വളരെ ഉച്ചത്തിൽ തന്നെ കേൾക്കാൻ തുടങ്ങി. ഇത്തവണ അവൾക്ക് ധൈര്യമില്ല ആ മുറിയിൽ നിന്നും പുറത്തു പോയി നോക്കാൻ. ഏകദേശം ഒരു അരമണിക്കൂർ ഇപ്പോൾ ശാന്തത മാത്രം. ഒരു 3 മണിയോടുകൂടി ആ ഒരു ശബ്ദത്തിൻ്റെ കൂടെ തന്നെ മറ്റൊരാളിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ, അതായത് 2 പേർ പരസ്പരം സംസാരിച്ചാൽ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ ശബ്ദം അവൾക്ക് കേൾക്കാൻ തുടങ്ങി. ആ ഒരു ശബ്ദം കൂടെ കേട്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ആ മുറിയിൽ ആ കട്ടിൽ ഇരുന്നു കൊണ്ട് അവൾ കരയാൻ തുടങ്ങി. പുറത്തു പോകാനും ഭയം. പുറത്തു പോയാൽ ആ ഹാളിൽ ആരും കാണില്ല. അങ്ങനെയാണെങ്കിൽ തൻ്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ച് രാത്രി മുഴുവനും അവൾക്ക് ഉറക്കമേ വന്നില്ല. ഇപ്പോൾ പതിയെ പതിയെ ആ ഒരു ശബ്ദം, 2 പേർ നിന്ന് സംസാരിക്കുന്ന ആ ഒരു ശബ്ദം ഹാളിലായിരുന്നു ഇത്രയും സമയം കേട്ടത്. എന്നാൽ പതിയെ പതിയെ അതവളുടെ മുറിക്കടുത്തേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നി. പ്രധാനമായും അവളുടെ മുറിയുടെ കതകിനടുത്ത് നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ എങ്ങനെയാകും തോന്നുക, അതുപോലെ അവൾക്ക് കേൾക്കാൻ തുടങ്ങി. അവൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഷീറ്റെടുത്ത് മൂടി ആ കട്ടിൽ അവൾ അങ്ങനെ ഇരിക്കുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ പോകുന്നു. ഇപ്പോൾ 3:30 3:30 ഹാളിൽ നിന്ന് അവളുടെ കൂട്ടുകാരി കരയുന്നത് പോലെ, നിലവിളിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ഇപ്പോൾ ഇവളുടെ കണ്ണിൽ ഇരുട്ട് മൂടാൻ തുടങ്ങി. പുറത്തു പോകില്ല, കൂട്ടുകാരിക്ക് എന്താണെന്ന് ഞാൻ ചോദിക്കില്ല. ഇനി ഞാൻ ഹാളിൽ പോയി നോക്കിയാൽ അവിടെ ആരും കാണില്ല. ഞാൻ എന്തിനു പോകണം, ഞാൻ പോകില്ല എന്ന് ഭയന്നുകൊണ്ട് എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ട് ആ മുറിയിലിരുന്ന് അവൾ കരയാൻ തുടങ്ങി. എന്നാൽ അതേസമയം കൂട്ടുകാരിയുടെ നമ്പറിലേക്കും വിളിക്കാൻ തുടങ്ങി. ഫോണ് സ്വിച്ച് ഓഫ് അല്ലേ, അതുതന്നെയായിരുന്നു വീണ്ടും വീണ്ടും കേട്ടത്. മുറിയിൽ തന്നെ അവൾ ഇരിക്കുന്നു. കൂട്ടുകാരിയുടെ ആ കരയുന്ന ശബ്ദം, നിലവിളിക്കുന്ന ശബ്ദം അവളുടെ മുറിക്ക് അടുത്തേക്ക് വരാൻ തുടങ്ങി. ആ ശബ്ദവും പതിയെ പതിയെ കൂടാൻ തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ ആ കഥകാരോ മുട്ടുന്നത് പോലുള്ള ശബ്ദം കേട്ടു. അതും പതുക്കെ ആയിരുന്നില്ല, ആരോ ഇടിക്കുന്നത് പോലെയായിരുന്നു കേട്ടത്. ആ ശബ്ദം കേൾക്കാനേ പാടില്ല എന്ന് അവൾ 2 കാതുകളും ഇറുക്കി പിടിക്കുന്നു. പക്ഷെ എത്ര തന്നെ അവൾ കാത് പൊത്തിപ്പിടിച്ചാലും ആ ശബ്ദം അളവിൽ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് ആ ശബ്ദവും അവസാനിച്ചു. ഇപ്പോൾ പെട്ടെന്ന് ചുമരിൽ ആരെങ്കിലും നഖം വെച്ച് മാന്തിയാൽ എങ്ങനൊരു ശബ്ദം കേൾക്കുമോ അതുപോലൊരു ശബ്ദം വീണ്ടും കേൾക്കുന്നു. ചുമരിലായിരുന്നു ശബ്ദം കേട്ടതെങ്കിൽ അടുത്ത സെക്കൻഡ് അത് അവളുടെ ഡോറിൽ കേൾക്കാൻ തുടങ്ങി. ഡോറിൽ ആരെങ്കിലും നഖം വെച്ച് മാന്തിയാൽ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലൊരു ശബ്ദം. അവളിപ്പോൾ ചെയ്തത് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് കൂട്ടുകാരിയെ കണ്ട് എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാൻ വേണ്ടി ധൈര്യം സംഭരിച്ച് ആ കതക് തുറന്ന് പുറത്തേക്ക് പോയി നോക്കി. പുറത്ത് ആരും തന്നെ ഇല്ല. പതിയെ ഹാളിലേക്ക് നടന്നു പോകുന്നു. ചുറ്റിത്തിരിഞ്ഞ് നോക്കുന്നു. മുഴുവനും ശാന്തത, ഇരുട്ട്. ആ കൂട്ടുകാരിയുടെ മുറിയിലേക്ക് പോകാനായി ആ വഴിയിലൂടെ നടക്കുന്നു. ആ സ്ഥലത്ത് ബാത്റൂമുണ്ട്. ബാത്റൂമിന് പുറത്തായി ഒരു മോപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ പോകുന്ന ആ സമയത്ത് തന്നെ ആ മോപ്പ് തെറിച്ച് അവൾക്ക് പുറകിലായി വീണു. ആരെങ്കിലും എടുത്ത് എറിഞ്ഞാൽ എങ്ങനെയാണോ വീഴുന്നത് അതുപോലെയായിരുന്നു വീണത്. അവളും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ മോപ്പ് മാത്രമേ അവിടെയുള്ളൂ, മറ്റാരുമില്ല. വീണ്ടും ഭയം കൂടാൻ തുടങ്ങി. കൂട്ടുകാരെയും കാണണ്ട, ആരെയും കാണണ്ട എന്ന് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് അവൾ ഓടി കതകടച്ചു. അവളുടെ ബെഡിൽ തന്നെ ഷീറ്റ് മൂടിക്കിടന്നു. ഉറങ്ങാനായി ശ്രമിക്കുകയാണ്, പക്ഷെ ഉറങ്ങാനായി സാധിച്ചില്ല. നല്ല ക്ഷീണവുമുണ്ട്. ഏകദേശം ഒരു 4-4:30 അവൾ അറിയാതെ അവൾ ഉറങ്ങാൻ തുടങ്ങി. നല്ല ഉറക്കത്തിലേക്ക് പോയി. പെട്ടെന്ന് ഒരു 7 മണിയോടുകൂടി അവളുടെ ബെഡ്റൂമിൻ്റെ കതക് ആരോ വന്ന് മുട്ടുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഞെട്ടി ഉറക്കം എഴുന്നേറ്റു.
ഇപ്പോൾ അവൾക്കുള്ളിൽ വന്നൊരു സംശയം, രാത്രി എന്തൊക്കെയോ സംഭവിച്ചു, ഇതൊക്കെ സത്യമാണോ, യഥാർത്ഥത്തിൽ നടന്നതാണോ, അല്ലെങ്കിൽ അതൊക്കെ വെറും സ്വപ്നമായിരിക്കുമോ എന്നൊരു സംശയം ഇങ്ങനെ വന്നു പോകാൻ തുടങ്ങി. എങ്കിലും ആരോ കതക് തട്ടുന്നുണ്ട്. അത് ആരാണെന്ന് നോക്കാനായി നോക്കണ്ട, ആദ്യം ആരാണെന്ന് ചോദിക്കാം. ആരെന്ന് അവൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുറത്തു നിന്നും വീട്ടിൽ പാല് തരാൻ വരുന്നയാളുടെ ശബ്ദം കേട്ടത്. ഞാനാണ് പാൽക്കാരൻ. പുറത്ത് കതക് തുറന്നിരിക്കുകയായിരുന്നു. ഞാനും ഒരുപാട് സമയം വിളിച്ചു നോക്കി, ആരും വന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരിയും പാല് വാങ്ങാൻ വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറി വന്നത്. നിങ്ങൾ വന്ന് വാങ്ങാമോ എന്ന് ചോദിച്ചു. അതിനവളും, ഇല്ല, നിങ്ങൾ അവിടെ തന്നെ വച്ചിട്ട് പോയാൽ മതി, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ പുറത്തുണ്ടായിരുന്നയാളും, ഇല്ലല്ല, നിങ്ങൾ കയ്യിൽ വന്ന് വാങ്ങിക്കോ എന്ന് നിർബന്ധിച്ച് പറഞ്ഞു. ഇയാളെന്ന് എത്ര ടോർച്ചർ ചെയ്യുന്നത് എന്ന ദേഷ്യത്തിൽ പെട്ടെന്ന് ആ കതക് തുറന്നു നോക്കി. എന്നാൽ പുറത്ത് ആരും തന്നെ ഇല്ല. പുറത്താരുമില്ല. വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്കും ആ ശബ്ദം നന്നായി കേട്ടതാണല്ലോ, അത് അയാളുടെ ശബ്ദം തന്നെയാണല്ലോ. പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് വീണ്ടും അവളുടെ മുറിയിൽ നിന്ന് ഹാളിലേക്ക് നടന്നു പോകാൻ തുടങ്ങി. ഹാളിൽ പോയി നോക്കിയപ്പോഴാണ് അവളുടെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ ഒരു ഭയാനകമായ കാഴ്ച അവൾ കണ്ടു. അവളുടെ വീട്ടിലെ ഹാളിൽ സോഫയിൽ ആ പാൽക്കാരൻ മരിച്ചു കിടക്കുകയായിരുന്നു. അയാളുടെ നാക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ശരീരത്തിലെ തൊലിയെല്ലാം വിളറി വെളുത്തതുപോലെ തോന്നി. കാണാൻ തന്നെ ഒരു ഭയാനകമായ രൂപം. ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? പാലും അയാളുടെ കയ്യിലുണ്ടല്ലോ. വീടിനുള്ളിൽ വന്ന് മരിച്ചു കിടക്കുന്നു. ഇയാൾ എപ്പോഴാണ് വന്നത്? എങ്ങനെയാണ് വന്നത്? ഒന്നും മനസ്സിലായില്ല. അർദ്ധഭാഗത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾക്ക് ബോധം നഷ്ടമാകുന്ന അളവിന് മറ്റൊരു കാഴ്ച കണ്ടു. അവളുടെ കൂട്ടുകാരി, അവളുടെ റൂംമേറ്റ്, അവളും മരിച്ചു കിടക്കുകയാണ്. പക്ഷെ ആ ഒരു കാഴ്ച മറ്റൊരു രീതിയായിരുന്നു. അവളുടെ തല വെട്ടിയെടുത്ത് അത് അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ ശരീരത്തിലെ തൊലിയും വിളറി വെളുത്തിട്ടുണ്ടായിരുന്നു. നാക്ക് പുറത്തുണ്ടായിരുന്നു. കണ്ണ് രണ്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. വളരെ പ്രധാനമായി അവളുടെ കൈ വിരലുകൾ നോക്കുമ്പോൾ നഖത്തിനടിയിൽ ചുമരിൽ മാന്തിയാൽ ആ പെയിന്റ് എല്ലാം നഖത്തിനടിയിലേക്ക് വരും. അതുപോലെ ആ നഖത്തിലും ഉണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ അപ്പോൾ തോന്നിയത്, ഒരുപക്ഷെ രാത്രി ചുമരിലും കതകിലും മാന്തിയ ശബ്ദം അതൊക്കെ സത്യം തന്നെയാണല്ലേ, അതൊക്കെ എൻ്റെ കൂട്ടുകാരിയാണോ ചെയ്തത് എന്നൊരു ചിന്ത വന്നു. വേഗം തന്നെ അവളുടെ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കി. സത്യത്തിൽ ആ ചുമരിലും കതകിലും മാന്തിയതുപോലുള്ള അടയാളങ്ങൾ, പാടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്കൊന്നും മനസ്സിലായില്ല. രാത്രി ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കി. അപ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ആരും ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ ചെയ്തത് ആരാണ്? എന്നാൽ ആ ഒരു സംശയത്തിന് ഇപ്പോൾ അവൾക്ക് ഉത്തരം കിട്ടി. അവളുടെ കൂട്ടുകാരിയുടെ വിരലുകളിൽ, നഖങ്ങളിലും ആ പെയിന്റ്, സിമെന്റ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരിയാണത് ചെയ്തതെങ്കിൽ രാത്രി ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ എന്തുകൊണ്ട് അവൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല? എന്തായാലും ഇതിനെക്കുറിച്ച് ആരെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞ് ഉടനെ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു. പോലീസും അല്പസമയത്തിൽ അവിടെ എത്തുന്നു. എന്ത് സംഭവിച്ചു എന്നുള്ളത് ചോദിക്കുന്നു. രാത്രി അവൾക്ക് നടന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും പോലീസിനോട് പറയുന്നു. പോലീസിന് ഇപ്പോൾ ഈ ഒരു കേസിൽ ആരെയും സംശയമില്ലായിരുന്നു. പ്രധാനമായും മരിച്ചത് അവളുടെ റൂംമേറ്റാണ്. അവളും ഇപ്പോൾ നല്ല ഭയത്തിലാണ്. തീർച്ചയായും ഈ ഒരു കൊലപാതകം അവൾ ചെയ്തിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് പോലീസ് ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ ഈ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അവരും വന്ന ആ വീട്ടിൽ ഒരുപാട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അതിലെല്ലാവരും പറഞ്ഞ ഒരു കാര്യം, ഈ വീട്ടിൽ രാത്രി ഏതൊരു ദുഷ്ടശക്തി വന്നിട്ടുണ്ട്. ആത്മാവാണ് ഈ 2 മരണങ്ങൾക്കും കാരണം. എന്നാൽ ചിന്തിച്ചു നോക്കുക, അന്ന് രാത്രി ഈ കൊലപാതകം നടന്നു എന്നുണ്ടെങ്കിൽ രാത്രി ആ പെൺകുട്ടി മാത്രം മരിച്ചിരുന്നിരിക്കണം. പക്ഷെ എങ്ങനെയാണ് ഈ വീട്ടിൽ പാല് തരുന്നയാൾ ഈ വീടിനുള്ളിൽ മരിച്ചു കിടന്നത്? ആ മെയിൻ ഡോർ ആരാണ് ഓപ്പൺ ചെയ്തത്? പാൽക്കാരൻ 7 മണിക്കായിരിക്കും വീട്ടിൽ വരുന്നത്. 7 മണിക്ക് വന്നു എന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ പല മണിക്കൂറിന് മുൻപ് മരിച്ചതായി റിപ്പോർട്ട് വന്നു? അയാളുടെ സ്കിന്നെല്ലാം എങ്ങനെ വിളറി വെളുത്തു? അയാൾ എന്തായിരിക്കും കണ്ടത്? അയാളെ ആരായിരിക്കും കൊന്നത്? ഇങ്ങനെ പല സംശയങ്ങൾ വരാൻ തുടങ്ങി, പല ചോദ്യം വരാൻ തുടങ്ങി. ഈ ഒരു കേസിനെ എങ്ങനെ അന്വേഷിച്ചിട്ടും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആർക്കും കിട്ടിയില്ല. ഞാനും ഈ ഒരു കേസ് പല രീതിയിൽ ചിന്തിച്ചു. പക്ഷെ എങ്ങനെ ചിന്തിച്ചിട്ടും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്കും കിട്ടിയില്ല. ഇതുവരെയും നോർത്തേൺ ഇന്ത്യയിലെ ഒരു സിറ്റിയിൽ ഈ ഒരു കേസിനെ കുറിച്ചുള്ള അർബൻ ലെജൻഡ് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് ആ റൂംമേറ്റിന് എന്ത് സംഭവിച്ചു? ആ റൂംമേറ്റിനെ ആര് കൊന്നുവെന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. പലരും ഇതിനെ അമാനുഷികമായ ഒരു സംഭവമായി തന്നെയാണ് കരുതുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, അന്ന് ആ വീടിനുള്ളിൽ ആ റൂംമേറ്റിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അന്ന് രാത്രി ആ പെൺകുട്ടിയെ ഒരു ദുഷ്ടശക്തി കൊന്നു എന്നുണ്ടെങ്കിലും രാവിലെ വരേണ്ട പാൽക്കാരൻ എങ്ങനെ പല മണിക്കൂറുകൾക്ക് മുൻപ് മരിച്ചു കിടന്നു? അവനെ ആരാണ് കൊന്നത്? അവൻ ആരെ കണ്ടാണ് ഭയപ്പെട്ടത്? അവൻ്റെ ശരീരത്തിൽ യാതൊരു മുറിവോ പാടോ ഇല്ലായിരുന്നു.
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.